ഈ 2026-ലും നേരം വെളുക്കാത്ത ആൾക്കാരുണ്ട് എന്ന് ഇപ്പം മനസ്സിലായില്ലേ? ജാതിയുടെയും വർണ്ണത്തിൻ്റെയും ഒക്കെ പേരിൽ ഒരു സഹോദരൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് അതേപോലെ തന്നെ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ കമൻ്റ് ഇടുന്ന ആൾക്കാർ ഉണ്ടല്ലേ. മൻസൂർ തടായി തന്നെ. അപ്പോൾ എൻ്റെ മൻസൂറേ, അനക്കൊന്നും ഇതുവരെ നേരം വെളുത്തിട്ടില്ലേ? നീയൊക്കെ ഈ ജാതിയും മതമൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് കിട്ടാനാ? സ്വർഗം കിട്ടാനോ? ഇനിയിപ്പോൾ എന്നെ ഈ ഉപദേശിച്ചത് കൊണ്ട് നിനക്ക് സ്വർഗം കിട്ടൂ എന്നുള്ളതാണെങ്കിൽ മാണ്ട മോനെ. ഉമ്മയല്ല അമ്മ എന്ന് പറയണം. ഉമ്മ എന്നുള്ള വിളി മുസ്ലിങ്ങൾക്ക് ആണ്. അച്ചോടാ, ഞാൻ അറിഞ്ഞില്ലല്ലോ മൻസൂറേ. ഉമ്മ എന്നുള്ളത് മുസ്ലിംസിന് മാത്രമുള്ള വിളിയാണെന്ന് പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടത് എവിടുന്നാന്ന് പറഞ്ഞാൽ ഇപ്പം വാലും പൊക്കി കുറേ മാലാക കുഞ്ഞുങ്ങൾ ഇറങ്ങും. കേട്ട വാചകം ഞാൻ പറഞ്ഞു തരാം. പണ്ടത്തെ കാലത്തൊക്കെ വാചകം പറയുന്നതിനെക്കാട്ടിലും അപ്പുറം ഒരുപാട് അതിൻ്റെ പേരിൽ അടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ പണ്ടത്തെ സിനിമയിലും സീരിയലിലൊക്കെ അമ്മമാരാ മമ്മി എന്ന് വിളിക്കുകയായിരുന്നു. ആ വിളി കേട്ട് കൊതി മൂത്ത് ഞാനും വിളിച്ചായിരുന്നു എൻ്റെ ഉമ്മാനെ മമ്മീന്ന്. എൻ്റെ പൊന്നാര മക്കളെ, വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. സത്യം പറയാച്ചാ മൂന്നാമക്കാ പിന്നെ എനിക്ക് ബോധം വീണത്. പക്ഷേ ഇന്ന് ഞാൻ മമ്മീന്ന് എന്നാ വിളിക്കാറ്. ഫോണിൽ സേവ് ചെയ്തതും മമ്മീന്നാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിലും ഈ മൻസൂറിനെ പോലുള്ള ആൾക്കാർക്ക് നേരം വെളുത്തിട്ടില്ല എന്ന് പറയുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ. ഈ ഒരു സഹോദരൻ മരണപ്പെട്ടിട്ട് ഇവരൊക്കെ അതിൻ്റെ താഴെ ചിലപ്പം വന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ടാവും, ജാതിയും മതവും ഒന്നുമല്ല വലുത്, മനുഷ്യനാണ് വലുത്, മനുഷ്യനെ മനുഷ്യനാവാൻ ആയി കണ്ട് പഠിക്കണം, അല്ലെ ജീവിക്കണം, എന്തിനാണ് ഇങ്ങനെയൊക്കെ, എന്തിനാണ് വിവേചനം കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇതേപോലെയുള്ള ഒരുപാട് മൻസൂർമാർ കമൻ്റ് ഇട്ടിട്ടുണ്ടാവും. ഇപ്പുറത്ത് ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്നതിൻ്റെ പേരിൽ, നോട്ട് ദ പോയിൻ്റ് ആണേ, ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്നതിൻ്റെ പേരിൽ ഇപ്പുറത്ത് വന്നിട്ട് നീ ഉമ്മ എന്ന് വിളിക്കാൻ പാടില്ല, അമ്മ എന്ന് വിളിക്കണം, ഉമ്മ മുസ്ലിങ്ങളുടേതാണ്, അമ്മ ഹിന്ദുക്കളുടേതാണ്. എടാ മൻസൂറേ, ഞാൻ എൻ്റെ ഉമ്മാനെ എന്തോ വിളിച്ചോട്ടെ, നീയാണോടാ എനിക്ക് റേഷൻ വാങ്ങി തരുന്നത്? നീയാണ് എനിക്ക് റേഷൻ തരുന്നതെങ്കിൽ നിന്നെ ഞാൻ പേടിക്കണം. കാരണം അന്നം മുട്ടി. പക്ഷേ നീ അല്ല എനിക്ക് റേഷൻ തരുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നീ റേഷൻ തരുന്ന കാലത്ത് നിന്നെ പേടിച്ചാൽ പോരെ മൻസൂറേ? അല്ലാതെ ഇപ്പേ ഞാൻ പേടിക്കാൻ ഞാൻ ആര്? എൻ്റെ ബീബിയോ? ആണോ മൻസൂറേ? ഞാൻ എൻ്റെ ബീബി അല്ലല്ലോ. എൻ്റെ ബീബിയാണേ അന്നെ പേടിച്ചാൽ പോരെ? എൻ്റെ ബീബീനെ പഠിപ്പിക്കും മോനെ, അതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. നീ പറയുന്നത് കേൾക്കാനും നീ വരച്ച വരയിൽ നിൽക്കാനും നിന്റെ ബീബിക്ക് മാത്രമേ പറ്റുള്ളൂ മൻസൂറേ. നാട്ടിലുള്ള ബീബിമാരെ നോക്കിയിട്ട് കാര്യമല്ല, അവരത് അങ്ങനെ നടക്കൂല. അല്ലേ പിന്നെ ഇച്ചായിരിക്കണം ഉമ്മക്കൊക്കെ റേഷൻ തരല്. അതും അല്ലാത്ത പക്ഷം ഞാൻ എന്നാത്തിനാ മൻസൂറേ നിന്നെ ഇങ്ങനെ ഭയന്ന് ജീവിക്കുന്നത്? എൻ്റെ ഉമ്മ എന്നെ 10 മാസം വയറ്റിൽ ചുമന്ന് പ്രസവിച്ച എൻ്റെ ഉമ്മ, ആ ഉമ്മാനെ ഞാൻ എന്നാ വേണേലും വിളിക്കും
ഞാൻ ചില സമയത്ത് സോഫിയാന്ന് വിളിക്കാറുണ്ട്. എൻ്റെ ഉമ്മ പരാതി പറഞ്ഞോടാ നിന്നോട് വന്ന്? ഏ മൻസൂറേ, നിന്നോടാ ഞാൻ ചോദിക്കുന്നത്. എൻ്റെ ഉമ്മ വന്നിട്ട് മൻസൂറിനോട് ചോദിച്ചോ? അല്ല, പരാതി പറഞ്ഞോ? ജസ്ന എന്നെ ഉമ്മ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉമ്മ വന്ന് പരാതി പറഞ്ഞോ? പിന്നെ എന്നാത്തിനാ മൻസൂറെ നീ എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നതെന്നാണ് ഞാൻ നോക്കുന്നത്. ഈ നാട്ടിലുള്ള പെണ്ണുങ്ങളെ നന്നാക്കിയാൽ സ്വർഗം കിട്ടുമെന്ന് മാലാക കുഞ്ഞുങ്ങൾ പറയുന്നത് കേട്ടിട്ട് വന്ന് നന്നാക്കാൻ നിന്നാൽ എൻ്റെ പൊന്നാര മൻസൂറെ, ഈ വിഷുവൊക്കാണേ ആരെങ്കിലും മൂട്ടിൽ വെച്ച് പടകം പൊട്ടിക്കുന്നത് നോക്കിക്കോ. പേടിക്കണം മൻസൂറെ, ഇജ്ജ് പേടിക്കണം എൻ്റെ പൊണ്ടാട്ടീനെ. ആ മൻസൂറിൻ്റെ ഭാര്യ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നാര സുബൈദ, എൻ്റെ ഓനെ ഇങ്ങി നന്നാക്കിയിട്ടില്ലെങ്കിൽ നാട്ടുകാർ മൂട്ട് പടകം വെച്ച് പൊട്ടിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്നാലും ഈ മാലാക കുഞ്ഞുങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഓരോരോ സ്ത്രീകളെ നന്നാക്കാൻ നോക്കി സ്വർഗത്ത് പോയിട്ട് പാലൊഴുകുന്ന പുഴ, തേനൊഴുകുന്ന പുഴ, ഒരു ആപ്പിൾ പറിച്ചാൽ അവിടെ 4 ആപ്പിൾ വരുന്ന ആപ്പിൾ മരങ്ങൾ. ഇതൊക്കെ കിട്ടാൻ മോഹിക്കുകയാണെങ്കിൽ അനക്ക് 10 ലിറ്റർ പാല് ഞാൻ മേടിച്ചു കൊണ്ടുത്തരാം, ഒരു 10 ലിറ്റർ തേനും ഞാൻ മേടിച്ചു കൊണ്ടുത്തരാം. പിന്നെ ആപ്പിളിന് ഇപ്പോൾ വലിയ വില അല്ല, നോമ്പിനൊക്കെ ആണെങ്കിൽ നല്ല ഇപ്പോഴും വിലയാ, വേനൽക്കാലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പണം നമുക്കൊരു വിഷയമേ അല്ല. ഒരു 10 കിലോ ആപ്പിൾ ഞാൻ മേടിച്ചു കൊണ്ടുത്തരാം. നീ സ്വർഗത്തു നിന്ന് ഇതൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് എന്നെ ഉപദേശിക്കാൻ വന്നതെങ്കിൽ കേട്ടോ മൻസൂറെ. അപ്പം മൻസൂറിൻ്റെ അറിവിലേക്കായിട്ട് ഒരിക്കൽ കൂടി പറയാണ്, നീ അല്ല എനിക്ക് റേഷൻ തരുന്നത്. നിന്നെ ഞാനിട്ട് പേടിക്കുകയുമില്ല. നിന്നെ പേടിച്ച് നീ പറയും പോലെ കേൾക്കണമെങ്കിൽ അത് നിൻ്റെ ഭാര്യയുടെ അടുത്ത്, സുബൈദയുടെ അടുത്ത് നടക്കും, അല്ലാതെ ജസ്നയുടെ അടുത്ത് നടക്കില്ല. ഞാൻ എൻ്റെ ഉമ്മാന ഉമ്മാന്നോ അമ്മേന്നോ മമ്മീന്നോ സോഫിയാന്നോ എന്നാ വേണേലും വിളിക്കും. എൻ്റെ മാത്രം സ്വത്താണത്. എൻ്റെ മാത്രം സ്വത്തിനെ ഞാൻ എന്ത് വേണേലും വിളിക്കും. നിങ്ങൾക്കൊരു കാര്യം അറിയോ? നമ്മളെ വിട്ടു പോവില്ല എന്നുള്ള ഉറപ്പുള്ള ഒരേ ഒരു മനുഷ്യൻ നമ്മുടെ അമ്മ മാത്രമാണ്. നമ്മളെ ഒരിക്കലും വിട്ടിട്ട് പോവില്ല എന്ന് ഉറപ്പുള്ള ഒരേ ഒരു ആൾ നമ്മുടെ അമ്മയാണെന്ന് പറയും. പക്ഷെ ഈ കാലത്ത് അങ്ങനെയും പറയാൻ പറ്റൂല കേട്ടോ. മക്കളെ ഉപേക്ഷിച്ച് സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് പോയ പല ആൾക്കാരും ഉണ്ട്. അതും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും നമുക്കൊരു വിശ്വാസമാണ് നമ്മളെ അമ്മ നമ്മളെ വിട്ടു പോവില്ല, അല്ലെ നമുക്ക് സ്വന്തമാണ് എന്നുള്ളത്. അപ്പം എൻ്റെ ഉമ്മാനെ ഞാൻ എന്തും വിളിക്കും. അത് മൻസൂർ വിചാരിച്ചാൽ അത് മാറ്റാൻ പറ്റൂല. ഇനി മൻസൂറിൻ്റെ വാപ്പ കോഴ വിചാരിച്ചാലും മാറ്റാൻ പറ്റൂല എന്ന് വിനീതമായി പറഞ്ഞുകൊണ്ട് ജസ്ന സലീം കേട്ടോ മൻസൂറെ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.